ഖത്തറിൽ വന്നിട്ട് 3 വർഷമായി. ഒട്ടകത്തിനെ കണ്ടില്ലെന്ന് വെച്ചാൽ ഒട്ടകത്തിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒട്ടകത്തിന് ഇത്ര ക്ലോസിൽ കാണുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ പോകുന്നത് നോർത്ത് സിദ്ര ഫാമിലാണ്, എൻ്റെ ഫാമിലിയായിട്ട്. ഇതിന് മുന്നേ ഞാൻ ഒരു തവണ പോയി, പിന്നെ ഒരു തവണ പോയി, പകുതി വഴിയിൽ വെച്ച് തിരിച്ചു വന്നു. കാരണം അത് വീക്ക് ഡേ ആയിരുന്നു. വീക്കെൻഡിൽ മാത്രമേ നോർത്ത് സിദ്ര ഫാം വർക്കിംഗ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എമ്മോട് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കോമൻറ്റും കൂടെ ചെയ്തേക്ക് ഇഷ്ടപ്പെട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ പോകുന്നത് ഒരു ഉച്ച സമയം എന്ന് പറയുമ്പോൾ 12 മണിയായപ്പോൾ ഇറങ്ങി, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇനിയിപ്പോൾ ലഞ്ചും കൂടെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ വീട്ടിലിരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോൾ പിന്നെ ചായ കുടിക്കണമെന്ന് തോന്നും, പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങുമ്പോൾ പിന്നെ രാത്രി ഡിന്നർ കഴിക്കണമെന്ന് തോന്നും. വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ 12 മണിയായപ്പോൾ ഇറങ്ങിയിട്ട് വീടിൻ്റെ റെൻറ്റ് കൊടുക്കണമെന്ന് അങ്ങനെ റെൻറ്റും കൊടുത്തിട്ട് നമ്മൾ ലഞ്ച് കടയിൽ നിന്ന് കഴിച്ചു. പെട്ടെന്ന് തന്നെ ഒരു 2 മണിയായപ്പം 2:30 നോർത്ത് സിദ്ര ഫാമിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് എമ്മറ് നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അപ്പം എഴുന്നേൽപ്പിക്കേണ്ടെന്ന് പറയുന്നു. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ ഒട്ടകത്തിന് ഇവിടെ കണ്ടില്ലായിരുന്നു. അകത്ത് റൈഡ് പോകുന്ന ഒട്ടകമുണ്ട്, പക്ഷേ പുറത്ത് ഞാൻ കണ്ടില്ല. കാരണം ലാസ്റ്റ് ടൈം വന്നത് കുറച്ചൊന്ന് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞാൽ കേട്ടോ, ഇത് നേരത്തെ വന്നാലേ നമുക്ക്, നേരത്തെ എന്ന് വെച്ചാൽ കുറച്ച് നേരം നമുക്കൊന്ന്, ഇപ്പം നേരത്തെ 4 ആകുമ്പോൾ ഇരുട്ടുമല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് വിൻ്റർ ആയത് കാരണം എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നേരത്തെ വന്നത് കാരണം എനിക്ക് ഒട്ടകത്തിനെ കാണാൻ പറ്റും. കഴിഞ്ഞ തവണ ഇരുട്ടിയത് കാരണമായിരിക്കും ഞാൻ ശ്രദ്ധിക്കാത്തത്. നമ്മൾ ക്യാമലിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ക്യാമലിനെ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ സിദ്ര ഫാമിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്ന് ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്യാമലിനെ ഞാൻ കണ്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ക്യാമലിനെ കാണുന്നത്. ഒരു ക്യാമൽ കിടപ്പുണ്ട്, വിശ്രമിക്കുകയാണ്. സിദ്ര ഫാമിൽ കയറിയില്ല അകത്ത്. അതിന് മുമ്പേ ക്യാമലിനെ നോക്കാൻ, ഇതാ ഒരു ക്യാമൽ കിടക്കണം, നോക്ക്. വണ്ടി വരണേ. അവൻ തുടി കാണിച്ചാണെന്ന് തോന്നി. വയസ്സായോ, ഏജ്ഡോ? വാവ്, സൂപ്പർ. ക്യാമലിന് പശു ചോദിച്ചില്ലേ? പശു കിടക്കണ്, ആടുണ്ട്. എമ്മറ ക്യാമൽ. ഇതന്ന് കണ്ടില്ല കേട്ടോ, ഇരുട്ടായിരുന്നോണ്ട് നമ്മൾ ശ്രദ്ധിച്ചു കാണൂല. ആടും ഉണ്ട്, പശു. മരുഭൂമി. ഹലോ, ഇതാ എമ്മറ് നോക്കടാ, നല്ല വെറൈറ്റി ചെമ്മരിയാടാ. ബാബ ബ്ലാക്ക് ഷീപ്പ്, ഹാവ് യു എനി? ഓ അല്ല, അത് ആട് തന്നെ. അത് ചെമ്മരിയാട് തന്നെയല്ലോ അതോ? അതാ പറഞ്ഞത്. എമ്മറു, ബാബ ബ്ലാക്ക് ഷീപ്പ്, ഹാവ് യു എനി? യെസ് സർ, 3 bags ഫുൾ. എല്ലാരും വന്ന് എന്തെങ്കിലും കൊടുക്കാനാണ് കേട്ടോ. നമ്മളെ കയ്യിൽ ഒന്നും ഇല്ല കേട്ടോ. ചുമയുണ്ട്. എങ്ങനെ, ഒന്നും കൂടെ ചുമയ്ക്കോ? അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. മാവ കിടന്ന് വേണ്ട. അങ്ങനെ ഗൈസ്, നോർത്ത് സിദ്ര ഫാമിൻ്റെ അകത്തോട്ട് എൻ്റർ ആവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 25 റിയാലാണ്. വോർത്താണ് കേട്ടോ. കാരണം നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഇരുന്ന് പോകാൻ തോന്നും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് പണ്ടത്തെ അവർ യൂസ് ചെയ്യുന്ന ടെലഫോണും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ നോക്കി നിൽക്കാൻ തോന്നും. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പിക്ചേഴ്സും ആർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇനി നമ്മൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വിൻഡോ കാണാം. അതിൽ കൂടെ നോക്കുമ്പോൾ ഒരുപാട് ആനിമൽസ് ഉണ്ട് കേട്ടോ. ഡോങ്കിയൊക്കെ ഞാൻ കണ്ടു. ഡോങ്കി പിന്നെ എന്തൊക്കെയോ കണ്ടു കേട്ടോ. പേരെനിക്ക് പ്രത്യേകം അറിയില്ല. അവിടെ ഉണ്ടായിരുന്നു, എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഡീറ്റെയിൽസ്. നിങ്ങൾക്കതും വായിക്കാം. അപ്പോൾ എമ്രുവിന് കഴിഞ്ഞ തവണ വന്നപ്പം ഇതിൻ്റെ അകത്ത് നിൽക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം. കാരണം ആനിമൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എമ്രുവിന് കാണിച്ചു കൊടുത്തു. പിന്നെ അകത്തോട്ട് വന്നപ്പോൾ ഇവിടെ ടോട്ടോയ്സിനെ കണ്ടു. നല്ല ഫ്രണ്ട്ലി ടോട്ടോയ്സ് ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ പെറ്റാണ്. അവർ അത്രയും കെയർ കൊടുത്താണ് എല്ലാ ആനിമൽസിനെയും നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. അവരുടെ ഇലയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫീഡ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന സമയത്ത് വന്ന് അത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് ഇങ്ങനെ ടച്ച് ചെയ്യാനൊക്കെ നിന്ന് തരും കേട്ടോ. പിന്നെ നമ്മളിവിടെ അകത്തോട്ട് കയറിയപ്പം അവരുടെ അവരുണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന രീതി, അവരുടെ ഹോസ്പിറ്റൽ, പിന്നെ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഉള്ള ആ ഒരു കെയറിങ്, പിന്നെ ഇതാ ഈ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഷെവറോലെറ്റിൻ്റെയൊക്കെ പഴയ വണ്ടികൾ അതൊക്കെ ഒരു രക്ഷയില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്താട്ടോ. ഇനി ഒരുപാട് കളക്ഷൻ അതൊക്കെ ഇനി അങ്ങോട്ടാണ്. ഇത് അവരുടെ ഒരു ട്രഡീഷണൽ ഫുഡുണ്ട്, ഹരീസ്. നിങ്ങൾക്കറിയാം, ചിക്കനും ഗോതമ്പ്. ഇത് ഇങ്ങനെ ഒരു ലേഡി ഉണ്ടാക്കുന്നത് പോലെ അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എംബ്രു നോക്കുന്നുണ്ട്. കാരണം കൈ അനങ്ങുന്നുണ്ട്. ഇനി ഒറിജിനൽ മനുഷ്യനാണോ ഇത് വെക്കുന്നത് എന്നാണ് അവൻ നോക്കുന്നത് കേട്ടോ. പിന്നെ അവരുടെ അവർ പണ്ട് എങ്ങനെയാണ് വെള്ളം നമ്മൾ കിണർ കോരിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഉള്ളത് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അകത്തോട്ടൊക്കെ പോയി പിന്നെ നോക്കുന്നുണ്ട്. ഇവർ ടൈലറിങ്, അതുപോലെ തന്നെ തയ്ക്കുന്നത് എങ്ങനെയാണ്, സ്റ്റിച്ചിങ് മെഷീന്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ. അതായത് ഒരു റൂം കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണും ചെക്കനുമാണ്, ഗ്രൂമും ബ്രൈഡും കൂടെ ഇരിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത കേട്ടോ. പിന്നെ ബേബിയുടെ റൂം, ബേബി തൊട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എമ്രുവിന് കാണിച്ചു കൊടുത്തു. പിന്നെ അവർ മീൻ പിടിക്കാൻ പോകുന്നതും അങ്ങനത്തെ ഒരുപാട് മോഡൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫാമിലിയൊക്കെ അവരെ കാത്ത് നിൽക്കുന്നതും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബാർബർ ഷോപ്പ്, ഇതൊക്കെ അവരിങ്ങനെ മോഡൽ പോലെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മളിവിടെ ആടിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും ഇഷ്ടം എമ്രുവിനെ കേട്ടോ. ഇവൻ ആൾ ശരിയല്ല. ഇവൻ എൻ്റെ എമ്രുവിൻ്റെ ഷൂ ഒക്കെ കടിക്കാൻ നോക്കി. ഇവർക്ക് ഇവിടെ ബോട്ടിൽ വെച്ചിട്ടുണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാലതിൽ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഇലയും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാം. നമ്മൾ ഫീഡ് ചെയ്തൊന്നുമില്ല. പിന്നെ കുറേ പ്രാവുകൂട്ടങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് കയറാം. ഒരുപാട് ആൾക്കാർ അകത്ത് പോകുന്നുണ്ട്. കുട്ടികളാണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവരും പോകുന്നുണ്ട്. നമ്മൾ പോയില്ല. പിന്നെ റൈറ്റ് സൈഡ് ഡ്വാർഫ് ഗോട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അതിൻ്റെ അകത്തും നമുക്ക് മിക്കയിടത്തും നമുക്കിവിടെ അകത്ത് കയറാം കേട്ടോ. കയറിയൊക്കെ കാണാം. നമ്മൾ കയറാത്തതാണ്. പിന്നെ കോഴികൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും ഒക്കെ നിറച്ച് കോഴികളും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഈ കോഴിയെ എമ്രുവിന് കാണിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് ഇതിന് സൗണ്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോഴികളുടെ. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി. ഇവിടെ വന്നത് ചായ മേടിച്ച് കൊടുക്കുകയാണ്. ഇവിടെ കുറേ സ്നാക്സൊക്കെ നമുക്ക് മേടിക്കാം. അറബിക് ഫുഡ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതാ ഇവിടെ ഒരു മലയാളി കടയുണ്ട്. മലയാളി കടയായിരിക്കും, മലയാളിയാണ് അവിടെ നിന്നത്. അപ്പോൾ അവിടെ നിന്നാണ് കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ ഇവിടെ നിന്ന് കരിമ്പ് ജ്യൂസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കരിമ്പ് ജ്യൂസൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഇവർ കോഫിയൊക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ എമ്രുവിനും അവ ആഹാരം കഴിക്കാത്തത് കാരണം ആഹാരം കുറച്ച് കഴിച്ചോളൂ. പിന്നെ വിശക്കുമെന്നുള്ളത് കാരണം ഞാൻ കൊണ്ടുവരും എപ്പോഴും. അപ്പോൾ അത് കൊണ്ടുവന്ന ആഹാരമൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ അകത്തോട്ട് പോവുകയാണ്. ഇവിടെ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇറങ്ങി റൈഡൊക്കെ പോകാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കാരണം ഇവിടെ ഇരിക്കാൻ എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഇരുന്ന് കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. കാരണം ഇവിടെ ആംബിയൻസ് ഒരു രക്ഷയില്ല. ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വേറൊന്നുമല്ല, ഈ ബൊഗൈൻ വില്ലയാണ്. എല്ലായിടത്തും ബൊഗൈൻ വില്ലയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാലോ ബൊഗൈൻ വില്ല ചെടി എന്ന് പറയുമ്പോൾ തന്നെ അത്രയും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഏറ്റവും ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്കിവിടെ കോഫിയൊക്കെ മേടിച്ച് ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നാൽ നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. എനിക്കതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ കുറച്ചും കൂടി ഏർലിയർ തന്നെ വരണമെന്നുണ്ടായിരുന്നു. കാരണം ഇരുട്ടാൻ പാടില്ല. നല്ലയാകുമ്പോൾ ഇരുട്ടും ഇവിടെ വിൻ്ററായത് കാരണം. അപ്പം അതിന് മുന്നേ വന്നാൽ എനിക്കൊരു ഡേ ടൈമിൻ്റെ ആ ഒരു വൈബും കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇരുട്ടുമുള്ള വൈബും കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ നേരത്തെ വരാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്ന വെജിറ്റബിൾ പിക്കിങ്ങിനാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ തവണ വന്നിട്ടും സ്ട്രോബെറി പിക്കിങ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ സ്ട്രോബെറി പിക്കിങ്ങിന് വരുന്നവർ എന്തുകൊണ്ടും 3 മണിക്ക് മുന്നേ വരിക. 3 മണിയാകുമ്പോൾ തന്നെ ഇത് ക്ലോസ് ചെയ്യുന്നതാണ് ഇവിടെ നിന്ന് ആൾ പറഞ്ഞത്. കാരണം പെട്ടെന്ന് ആൾക്കാർ എല്ലാം എടുത്തുകൊണ്ട് പോകും, തീർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നേരത്തെ വരാൻ നോക്കണം. ഞങ്ങൾക്ക് പറ്റിയില്ല, എനിക്ക് അതിൻ്റെ വിഷമമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ സ്ട്രോബെറി പിക്കിങ് ചെയ്യാമെന്നും പറഞ്ഞാണ് വന്നത്. അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് പോയപ്പോൾ തന്നെ 4:30 ആയിട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് ക്യാപ്സിക്കം ക്യുക്കമ്പർ മാത്രമാണ്. അപ്പോൾ നിങ്ങളിവിടെ ടിക്കറ്റ് എടുക്കണം. പുറത്ത് ഒരാളിരിപ്പുണ്ട്. 30 റിയാലും 2 ബാഗ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ 10 റിയാലിനാണെങ്കിൽ നമുക്ക് മിൻറ്റോ അല്ലെങ്കിൽ ലെറ്റ്യൂസൊക്കെ എടുക്കാം കേട്ടോ. അതൊരു ഗ്ലാസ് അവർ തരും. അവിടെ ഓൾറെഡി ഗ്ലാസ് ബോട്ടിലാണ് അവർ ആ ഒരു മിൻറ്റ് വെച്ചേക്കുന്നത് വെള്ളത്തിൽ. ഇത് വെള്ളത്തിൽ ഇട്ടാൽ മതി. ഇതിന് മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഓരോ ഫാം പോലെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് അത്രയും പ്രോപ്പർ കെയറിലാണ് അവരിങ്ങനെ ഈ ഓരോ ചെടികളും വെച്ചേക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ പോയി ഇവിടെ ടിക്കറ്റ് എടുത്ത് പോയി ഈ പിക്കിങ് ചെയ്യുന്നുണ്ട്.
അപ്പം നമ്മളും പിക്കിങ് ചെയ്യാമെന്നും പറഞ്ഞൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമുക്ക് അയാൾ ഒരു നല്ലൊരു മിൻറ്റൊക്കെ എടുത്ത് തന്നു. പിന്നെ നമ്മൾ ക്യുക്കുംബർ എടുക്കാൻ വേണ്ടി പോയത്. അത് നമുക്ക് അകത്ത് ചെന്ന് നമുക്ക് നോക്കി എടുക്കണം. ക്യുക്കുംബറൊക്കെ നല്ലത് നോക്കി വേണം എടുക്കാൻ കേട്ടോ. പോകുന്ന വഴിക്ക് അകത്ത് തന്നെ മുരിങ്ങയില ഉണ്ട്. അപ്പം വാപ്പ പറയുന്നത് മുരിങ്ങയില ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ മുരിങ്ങയില വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ ക്യുക്കുംബർ എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ആദ്യം കയറിയപ്പോൾ ഇവിടെ ഒന്നും ഇല്ലേന്ന് തോന്നിപ്പോയി, കാരണം എല്ലാം വാടി കിടക്കുന്നു. പക്ഷേ എല്ലാം നമ്മൾ ഉള്ളിലോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും ഗൈസ് നല്ല ക്യുക്കുംബർ ഉണ്ട്. അത് ഇടയിലാണുള്ളത്. നിങ്ങൾ നോക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ലൊരു ക്യുക്കുംബർ ഉണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ റീക്ക ഒരു വീഡിയോ ഇടി ഞാൻ കട്ട് ചെയ്യണത്. നമ്മൾ വെജിറ്റബിൾ പിക്കിങ്ങിന് വന്നതാണല്ലോ. അങ്ങനെ കുറേ ക്യുക്കുംബറും ക്യാപ്സിക്കൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത്. നമ്മുടെ ബാഗ് കവർ നിറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് കവർ നിറയുന്നത് വരെ എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരുപാട് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഉള്ളത് കാരണം നമുക്ക് നോക്കിയെടുക്കാൻ പറ്റി. ഇടയിൽ നിന്നൊക്കെ നോക്കിയെടുക്കണം ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് എല്ലാവരും കൂടെ ഉള്ളത് കാരണം നമ്മൾ നോക്കിയെടുത്തു. അപ്പോൾ നിങ്ങളെപ്പോഴും നല്ലത് തന്നെ നോക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് ക്യാപ്സിക്കം എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ബെൽ പെപ്പർ ഗൈസ്. ബെൽ പെപ്പർ എടുത്തപ്പോഴും ഇവിടെ സാധാരണ പറഞ്ഞാൽ ഈ കുക്കുംബറിൻ്റെ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ അവിടെ കയറിയപ്പോൾ ഫുൾ ഗ്രീൻ ലീവ്സ് മാത്രമാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്യാപ്സിക്കം കാണാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ശ്രദ്ധിച്ച് വേണം എടുക്കാൻ വേണ്ടി. ഞങ്ങൾ ഈ വലിയ ക്യാപ്സിക്കം ഉണ്ട്. അവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവരവിടെ പുറത്ത് ഇങ്ങനെ ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വലിയ ക്യാപ്സിക്കമൊക്കെ ഞാൻ അവിടെ നിന്ന് കണ്ടു. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറിയിട്ട് ചെറുതാണ് എടുത്തത്. അപ്പോൾ വാപ്പ പറഞ്ഞു വലുതുണ്ടല്ലോ നോക്കിയെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ഉള്ളത് കാരണം നോക്കിയപ്പോഴാണ് കണ്ടത് ഇടയിലാണ് വലുത് നിൽക്കുന്നത്. അങ്ങനെ വലിയ ബെൽ പെപ്പറൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹസ്ബൻഡാണ് കുറേ കട്ട് ചെയ്തെടുത്തത്. പിന്നെ കുറേയൊക്കെ തറയിൽ കിടക്കുന്നു കേട്ടോ. അതൊക്കെ അഴുക്കതും തറയിൽ കിടക്കുന്നത് അത്ര കേട്ടോ. അപ്പം നല്ലതല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വലിയൊരു ബെൽ പെപ്പർ ഉണ്ടോ, സൈസ് ഉണ്ടോ അതിൻ്റെ. ഇതൊക്കെ ഫ്രഷാണ്, നല്ല അടിപൊളി, അത്രയും നല്ല വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഇവിടെ അല്ലാതെ ഇവർ ഫ്രഷായിട്ട് വിൽക്കുന്നുണ്ട്. ഇവിടെ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾ. അത് നമ്മൾ 10 റിയാലേ ഉള്ളൂ കേട്ടോ. റാഡിഷ് ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞാൻ മേടിച്ച് കൊണ്ടുപോയി 2 വീക്സ് വരെയൊക്കെ ഞാനത് വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല സാധനമാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്ന വെജിറ്റബിൾ പിക്കിങ് മസ്റ്റ് ട്രൈ ആണേ. പിന്നെ ഇവിടെ കുറേ കളക്ഷൻ ഉണ്ട് കാറിൻ്റെ പഴയ പണ്ടത്തെ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്താൽ കേട്ടോ. നല്ല രസമുണ്ട്. ഓരോരോ പല കമ്പനി കാറുകളും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പേര് പറഞ്ഞു തരാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഫോർഡൊക്കെ ഉണ്ട്, എനിക്ക് ഫോർഡൊക്കെ പറയാൻ അറിയാവൂ കേട്ടോ. അതാണ്. പിന്നെ ഈ ഒരു റെഡ് കാറിൽ എന്ന് പറയുന്ന ഫാമിലി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ഫാമിലി, ഒരു വൈഫ് ഇങ്ങനെ കാറിലിരിക്കുന്നു, ഹസ്ബൻഡ് തിങ്സൊക്കെ എടുത്ത് വയ്ക്കുന്നതൊക്കെ കേട്ടോ. പിന്നെ ബൈക്കും പിന്നെ അവരുടെ പഴയ പെട്രോൾ അടിക്കുന്നതും ടാക്സിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പണ്ടത്തെ ടാക്സി, ഓറഞ്ച് കളറിലുള്ള ടാക്സിയാണ് കേട്ടോ. ഇത് അവരുടെ പെട്രോൾ അടിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പെട്രോൾ ഡീസൽ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടോ. അങ്ങനെ അപ്പോൾ കുറേ കാറും. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്നൊരു ഫുഡ് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ബേബി കാണിച്ചു കൊടുക്കാൻ. I love you أمري هندية. أهلا وسهلا في مزرعة سدرة شمال. شد خيولك على الميدان واحمل عودك عود الزك. صعب الكيف ولعب الساهي في فرحة أغلى العرسان. صلوا على نبينا وهالتاجم في المدينة. دولة عليك أمري ما تعلموا الهدينا. ويا علي الحدية عبد الله المغنية يا عائشة صبية. رايت مين؟ رايت عمري رايت هندية. സ്പൈസി റീക്ക, സ്പൈസ് പറ. ഇത് ഖത്തറിൻ്റെ നാഷണൽ അനിമലായ ഓറിക്സ് ആണ്. അപ്പോൾ ഓറിക്സ്, സീബ്രയൊക്കെ കണ്ടോ, അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ ഗൈസ് ഇവിടെ തന്നെ ഒരു ഫ്രീ ബസ് ഉണ്ട് കേട്ടോ. ആ ഫ്രീ ബസ്സിൽ പോയാൽ നമുക്ക് ഇവിടുത്തെ ഗിസേലോ ആണ് ബസാറിൽ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ബസാറിൽ പോയി, പക്ഷേ പോയപ്പോൾ ലേറ്റ് 7 മണിയൊക്കെ ആയിട്ട് കാരണം അവർ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തു. സിദ്ര ഫാം 8 മണിയാകുമ്പോൾ അടയ്ക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ആ ബസാറും കൂടെ ഒന്ന് കണ്ടിരിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളൊരു ഹൽവയൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ പോകുന്നെങ്കിൽ നിങ്ങൾ നോർത്ത് സിദ്ര ഫാമിൽ പോയി ആദ്യം വെജിറ്റബിൾ പിക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ജിസേൽ ബസാർ
ബസാറിലൊക്കെ പോകാൻ വേണ്ടി നോക്കിയോ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കോമൻറ്റും ചെയ്യണം. ഖത്തറിലുള്ളവർ ഇതുവരെയും നോർത്ത് സിദ്ര ഫാമിൽ പോയിട്ടില്ലെങ്കിൽ ഒരു ദിവസം നോർത്ത് സിദ്ര ഫാമിൽ പോയിക്കോളൂ. അത്രയ്ക്ക് നല്ല രസമാണ്. നമുക്കവിടെ പോയാൽ ഇഷ്ടപ്പെടും കേട്ടോ, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.